2025 പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണോ? എക്കണോമിക്സ് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം എക്കണോമിക്സ് മെയിനായിട്ട് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഈസിയാണ്. പിന്നെ ഉള്ളത് എക്കണോമിക്സ് എന്ന് പറയുന്നത് റെഫറൻസ് ബുക്കുകൾ എത്ര നമ്മൾ റെഫർ ചെയ്താലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി എക്കണോമിക്സിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് പ്രിലിംസിനും മെയിൻസിനും അടിച്ചെടുക്കണം. നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 5 മാർക്കിന്, പ്രിലിംസിനും മെയിൻസിന് 7 മാർക്കിനും എക്കണോമിക്സ് ഉണ്ട്. സിലബസിൽ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ എക്കണോമിക്സിൻ്റെ കാര്യത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിലിംസിനും മെയിൻസിനും കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം എഫക്റ്റീവായിട്ട്. നിങ്ങളെല്ലാവരും ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് എന്നൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് വായിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. നമുക്കൊരു ഹാബിറ്റ് ആക്കാൻ പറ്റും. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നൊരു ദിവസം നമുക്ക് ഉണ്ടാവുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആയിട്ട് അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. അപ്പോൾ അത്തരത്തിൽ ഇനിയുള്ള 3 മാസം എഫക്റ്റീവായിട്ട് എക്കണോമിക്സ് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്കണോമിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഡൗട്ട് അടിക്കേ വേണ്ട. അത്തരത്തിലുള്ളൊരു എഫക്റ്റീവ് പ്ലാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് എല്ലാം റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾ ഡെയിലി കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് മൊത്തത്തിൽ ഈ 3 മാസത്തിനകത്തൊരു 18 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാനാണ് നിങ്ങൾ ഈ കാണുന്ന എക്കണോമിക്സിൻ്റെ സിലബസ്. 5 മാർക്കിൻ്റെത് ഡിഗ്രി പ്രിലിംസിൻ്റെതാണ്. മൊത്തത്തിൽ നാഷണൽ ഇൻകം മുതൽ സാധാരണ കാണുന്ന ഒരു എക്കണോമിക്സ് ആണ്. അത്യാവശ്യം വേണ്ടതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് കാണുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്കണോമിക്സ് 7 മാർക്കിന് ചോദിക്കുന്ന പോർഷനാണ്. ഇതിനകത്ത് മറ്റതിനേക്കാളുള്ള ഡിഫറൻസ് ആയിട്ടുള്ളത് ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ് അങ്ങനെയുള്ളത് എടുത്ത് പറയുന്നുണ്ട്. അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് എടുത്ത് പറയുന്നുണ്ട്. GST പറ്റിയിട്ടും എടുത്ത് പറയുന്നുണ്ട്. അത്ര വ്യത്യാസം മാത്രമേ ഈ എക്കണോമിക്സിൻ്റെ സിലബസിൽ പ്രിലിംസും മെയിൻസും തമ്മിലുള്ളൂ. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാനിലൂടെ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് സിലബസിലെ നാഷണൽ ഇൻകം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, എങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം, ഇന്ത്യൻ നാഷണൽ ഇൻകം എങ്ങനെയാണ്, അതുമായിട്ടുള്ള റിലേറ്റഡ് കൺസെപ്റ്റ്സും ഇൻഡിക്കേറ്റേഴ്സും, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതിലൊക്കെ ഇന്ത്യയുടെ പ്ലേസ് എത്രയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടി നമ്മൾ 3 മണിക്കൂറാണ് കവർ ചെയ്യുന്നത് നാഷണൽ ഇൻകം മാത്രം പഠിക്കാനായിട്ട്. അതായത് ഈ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോർഷനിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള മാർക്ക് വിത്ത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ കിട്ടും. ദെൻ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡേറ്റ, അതെല്ലാം നാഷണൽ ഇൻകത്തിൽ വരുന്നതാണ്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കാൻ 30 മിനിറ്റ് മതി. എക്കണോമിക് സെക്ടേഴ്സ് എല്ലാം കൂടി പഠിക്കാൻ വെറും 30 മിനിറ്റ് മതി. പക്ഷേ പ്ലാനിങ് പഠിക്കാൻ 4 മണിക്കൂർ വേണം. അപ്പോൾ പ്ലാനിങ്ങിനകത്തുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററി പഠിക്കണം. പിന്നെ 5 ഇയർ പ്ലാൻസ്, അതായത് നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന് ബിഫോർ ഇൻഡിപെൻഡൻറ്റ് ടൈമിലുള്ള ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു പ്ലാനിങ്, പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ 5 ഇയർ പ്ലാൻസ് എല്ലാം പഠിക്കണം. അവിടെയുള്ള എല്ലാ സംഭവങ്ങളും പഠിക്കണം. നീതി ആയോഗ് എങ്ങനെ വന്നു, നീതി ആയോഗിൻ്റെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ്, കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കണം. പിന്നെ ഉള്ളത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് സിമ്പിളാണ്, സ്റ്റാറ്റിക് ആണ്, 1 അവർ പഠിക്കണം. റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ്, കുറച്ച് ഹിസ്റ്ററി, ഇതെല്ലാം 1 അവർ കൊണ്ട് പഠിക്കാം. പബ്ലിക് റവന്യൂവിനെ പറ്റിയിട്ട് 1 അവർ, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ 1 അവർ, ബജറ്റിനെ പറ്റിയിട്ട് 2 അവർ ഉണ്ട്. കാരണം ഹിസ്റ്ററിയും പഠിക്കണം, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സുകളെല്ലാം ഈ ബജറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ബജറ്റിൽ പഠിക്കണം. പിന്നെ ഫിസ്ക്കൽ പോളിസി, അത് 1 അവർ പഠിക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ അല്ലെങ്കിൽ ആക്ട്, അത് 1 അവർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മെയിൻസിലുള്ള GST കൂടി ഒന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂറും കൂടി ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ 1 മണിക്കൂർ. ഇത് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ തീർക്കുന്നത്. 18-20 ദിവസം എടുത്തിട്ട് ഒരു പ്രത്യേക ടൈം സ്ലോട്ട് കൊടുത്തിട്ട് ഈ 1 മാസത്തിൽ തന്നെ കവർ ചെയ്യുന്ന രീതിയിലാണ്
പഠിച്ചു തീർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ നോട്ട്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് PSC ബേസിക്സിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നാളെ മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നാളെ ഫ്രൈഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസത്തെയും ക്ലാസ്സിൽ വരുന്ന നോട്ട്സുകളൊക്കെ അന്നന്ന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് ഒരിക്കലും മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. കാരണം ഇംഗ്ലീഷിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്കറിയാം ടേംസ് എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മലയാളം മാത്രം പഠിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, ഇംഗ്ലീഷിൽ തന്നെ ട്രിക്സൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു എഫക്റ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, ഈ എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ പോയിന്ന് നോക്കുക, അവിടെ ജോയിൻ ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ തരുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നാളെ മുതൽ എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.